ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് പോന്ന്. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നല്ല നല്ല റെസിപ്പീസ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഞാനിന്ന് എണീച്ച തന്നെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. പിന്നെ എണീച്ച പാടന്നെ രാത്രിയായി കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കാനുണ്ടാവും. ഇപ്പം അതെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്ന എണീക്കുമ്പോൾ ഇല്ലെങ്കിൽ 1 മണിയെല്ലാം ആവലുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചതാ. കുറച്ച് തിരക്കെല്ലാം ഉള്ള ദിവസങ്ങളായിന്. ഇത് സമയമേ കിട്ടാറില്ല കേട്ടോ. ഇപ്പോൾ നല്ല തിരക്ക് പിടിച്ച ദിവസമാണ്. രാവിലെ ആയാലും ഉച്ചക്കായാലും എണീച്ചപ്പാട് എന്തായാലും ചായ കുടിക്കണം കേട്ടോ. ഞാൻ എന്തായാലും ചായ കുടിക്കാതെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യലേ ഇല്ല. ഇപ്പം എനിക്ക് മാത്രം കുറച്ച് ചായ വെക്കുന്നതാ. ഇൻഷാ അല്ലാ നാളെ ചൊവ്വാഴ്ച നാട്ടിൽ പോകുന്നു കേട്ടോ ഞാൻ. അതുകൊണ്ട് കുറേ തിരക്കല്ല, പർച്ചേസിങ്ങും അങ്ങനെയെല്ലാം ആയിട്ട് ഇത് വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊന്നും ടൈമേ കിട്ടലുണ്ടായിട്ടാ. നല്ല തിരക്ക് പിടിച്ച ദിവസം പെട്ടെന്ന് തീരുമാനിച്ചാണ് കേട്ടോ. പ്രതീക്ഷിക്കാതെ തീരുമാനിച്ചുകൊണ്ട് ഇത് പറയാനും പറ്റിയില്ല ആരോടും. പെട്ടെന്നായിട്ടല്ലോ ഞാനേ വിചാരിച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് പോകുമെന്ന്. പിന്നെ കുറച്ച് ഹെൽത്തിനെല്ലാം ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് എന്തായാലും പോകേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ പോവാമെന്ന് വിചാരിച്ച്. മഴയെല്ലാമായിട്ട് കുറേ വെള്ളത്തിലെല്ലാം ഉണ്ടായിന് കേട്ടോ. ഇപ്പം നല്ല ചൂട് വെയിലെല്ലാം വന്നാൽ പിന്നെ നല്ല ചൂടാണ് കേട്ടോ. ഇപ്പം ചൂടെല്ലാം ഇവിടെ സ്റ്റാർട്ടായി. ഇനിയും മഴയെല്ലാം വരുന്നതെന്ന് പറയുന്നുണ്ടായിന്. നല്ല മഴയാണ് കേട്ടോ 2 ദിവസം ഉണ്ടായത്. ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടായിന്. ഇപ്പം എല്ലാം ഒന്ന് നോർമലായിട്ട് വന്നു കേട്ടോ എല്ലായിടത്തും. പിന്നെ ഇന്നലെ രാത്രി ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിന്. നല്ല ഓഫറിലുണ്ടായിന് കേട്ടോ. നല്ല ചെമ്മീനാണ്. അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിന്. അത് ക്ലീനാക്കി തന്നിട്ടാ. രാത്രി ആയതുകൊണ്ട് അവർ ക്ലീനാക്കിയിട്ടൊന്നും തന്നിട്ടാ. ഇപ്പം അതെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കുന്നതാണ് കേട്ടോ. ഇന്ന് പിന്നെ ചെമ്മീൻ്റെ തന്നെ മജ്ബൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ചെമ്മീൻ ഇങ്ങനെ ക്ലീൻ ആക്കുന്ന ടൈം ഇങ്ങനെ ഒരു നൂല് പോലത്തെ ഒരു സംഭവം ഉണ്ടാകുന്നില്ലേ, അതെടുക്കലുണ്ട് കേട്ടോ. അതെടുത്താൽ നല്ലതാണ്. നമുക്കിങ്ങനെ വയറുവേദനയെല്ലാം ഉണ്ടാകുന്നില്ലേ, അതിനെല്ലാം അതെന്താ അതിൻ്റെ ഇരയാ അങ്ങനെ എന്തോ പറയലുണ്ട് കേട്ടോ. ഒരു നൂല് പോലത്തെ ഒരു സംഭവമാണ്. അതെടുത്താൽ നല്ലതാണ് കേട്ടോ അങ്ങനെ ചെമ്മീനിന്ന്. ചെമ്മീൻ പിന്നെ ക്ലീൻ ആക്കിയാൽ ഏറ്റവും കൂടുതലുണ്ടാകുന്ന അതിൻ്റെ തൊലി തന്നെ ആയിരിക്കും അല്ലേ. ചെമ്മീൻ ഇത്രയേ കിട്ടിയിട്ടോട്ടാ. ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ട് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ചെടുത്തിട്ട് ഞാൻ നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ, മജ്ബൂസ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നതാണ്. നമുക്ക് മടി പിടിച്ച സമയത്തെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ മടിയുള്ള ദിവസമെല്ലാം നല്ലതാണ് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ.
ചെമ്മീനോട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയല്ലേ. ഇപ്പോൾ കറിയായാലും ചെമ്മീൻ്റെ ബിരിയാണിയും എല്ലാം നല്ല ടേസ്റ്റ് അല്ലേ. ഇങ്ങനെ ചെമ്മീനോടുള്ള ഐറ്റംസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ. ഇപ്പോൾ ഇതാ മജ്ബൂസിന് വേണ്ടിയിട്ടില്ലേ ഒരു വലിയ സൈസ് പഴുത്ത തക്കാളിയും കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളകെല്ലാം നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുക്കറിൽ. കുക്കറൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ നെയ്യ് തന്നെ ഇട്ട് ഉണ്ടാക്കുക, എന്നാലേ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറെല്ലാം ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നെയ്യിൽ തന്നെ വഴറ്റാൻ നോക്കാം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ആ സവാള നല്ല പോലെ വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ചെമ്മീൻ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ല പോലെ വഴറ്റിയിട്ട് ഇതൊരു വൈറ്റ് കളറായിട്ട് വരുന്നില്ലേ, നല്ല പ്യുവർ വൈറ്റായിട്ട് വരുന്നില്ലേ, അതുപോലെ നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ചെമ്മീൻ്റെ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളകെല്ലാം ഇട്ടിട്ട് പേസ്റ്റാക്കി അരച്ചതാണ് കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി, എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല പോലെ കഴുകി വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അരി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ 3 മിനിറ്റ് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഈ ചെമ്മീൻ മജ്ബൂസ്. ഇതുപോലെ തന്നെ നമുക്ക് ചിക്കനിലും വേറെ ഇത് ബീഫിലും എല്ലാത്തിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതായത് 2 വിസിലിന് ശേഷം ഇതാ നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മജ്ബൂസ് റെഡിയായി. ഈ ചെമ്മീൻ മജ്ബൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ വേണ്ടിയിട്ട് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതെല്ലാം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യുന്നില്ലേ, അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ രാത്രി എടുത്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാമല്ലോ പെട്ടെന്ന്. ഇപ്പോൾ ഇതാ എൻ്റെ റൂമിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. നാട്ടിൽ പോകുന്നവരുടെ പെട്ടെന്നെല്ലാം ഇങ്ങനെ പെട്ടെന്നായതുകൊണ്ടല്ലേ ഇപ്പോൾ റൂമൊന്ന് ക്ലീൻ ആക്കാനുള്ള ടൈമേ കിട്ടണില്ല. ഇന്നലെ പിന്നെ ഫുള്ള് പാക്കിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പാക്കിങ് ആക്കലും അങ്ങനെല്ലാം ആയതുകൊണ്ട് നല്ല കച്ചറടിച്ചിട്ടുണ്ടായി. രാത്രി കുറേ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങിയതാ, രാവിലെ തന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട്. ഏകദേശം പെട്ടിയിട്ടെല്ലാം കഴിഞ്ഞ് കേട്ടോ. അതിന് കുറച്ചേ ബാക്കിയുള്ളൂ. ഇപ്പം എല്ലാം ഒന്ന് കെട്ടി വെച്ചതാ. ഇപ്പോൾ ഇതാ ഞാനൊന്ന് അടിച്ചു വാരിന്ന് തുടക്കാമെന്നല്ല വിചാരിച്ച്. ഇപ്പം മഴ പെയ്തതിന് ശേഷം റൂമിൻ്റെ ചുമരിലെല്ലാം നല്ല പാവയും അങ്ങനെയെല്ലാം പിടിച്ച് നല്ല മോശമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് ഇപ്പോൾ വൃത്തിയാക്കാനുള്ളതാ. ഫുള്ള് വെള്ളമെല്ലാം കയറിയിട്ട് എല്ലാം ഇപ്പം മോശമായിട്ടുള്ളതാ. ഞാൻ പോകുമ്പോൾ ഇങ്ങനെ റൂം അടിച്ചിട്ടിട്ട് പോകുന്നില്ല കേട്ടോ. ഇതിൽ ആൾ വരുന്നത് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ റെൻറ്റിന് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് അവർ ക്ലീനാക്കി വെക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇത് ക്ലീനാക്കി വെക്കുന്നതാണ്. ഞാനിങ്ങനെ ക്ലീനാക്കി വെക്കലെല്ലാം ഉണ്ടായിന്. ഇപ്പോൾ ഈ മഴ പെയ്തതിന് ശേഷം ഈ ചുമരെല്ലാം ആകെ മോശമായിട്ട് പോയിട്ടാ. അത് കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേട് പോലെയാണ്. പിന്നെ വാൾപേപ്പറെല്ലാം ഒട്ടിച്ചൊന്ന് അഡ്ജസ്റ്റ് ആക്കി വെക്കലാണ് കേട്ടോ. ഇപ്പോൾ ഇത് അടിച്ചു വാരിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുന്നതാണ് കേട്ടോ.
ഞാനിങ്ങനെ എന്ത് പണിയെടുക്കുന്ന ടൈമിലും രണ്ടാളെൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. രണ്ടാളും കളിക്കലും അവർക്ക് പിന്നെ ഞാൻ എന്ത് പണിയെടുക്കും അതിൻ്റെ ഇടയിൽ വരുന്ന സ്വഭാവം. രണ്ടാൾ ഇങ്ങനെ കളിക്കലാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഒന്ന് ക്ലീനാക്കി കിട്ടിയതിന് ശേഷം ഒരു ആശ്വാസമായിട്ടാണ് കാണാൻ തന്നെ. ഇപ്പോൾ എല്ലാം ക്ലീനാക്കി കിട്ടി. ഇനിയിപ്പോൾ ഇതിന് കുറച്ച് പണിയെല്ലാം ബാക്കിയുള്ളതാണ്. ഇനിയിപ്പോൾ ഇതാ കുട്ടികൾക്ക് ഫുഡെല്ലാം കൊടുത്ത് പിന്നെ അവർക്ക് കുറച്ച് ടൈം ഇങ്ങനെ TV വെച്ച് കൊടുക്കും കേട്ടോ. അവർ പിന്നെ ഇങ്ങനെ TV നോക്കിയിരിക്കലാണ്. പിന്നെ ഇതാ ഈവനിങ് ആകുമ്പോൾ പിന്നെ ചായയെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കിച്ചണിലേക്ക് വന്നതാണ്. പിന്നെ ഫ്രിഡ്ജ് നോക്കുമ്പോൾ മുട്ടയെല്ലാം ഇരിക്കുന്നുണ്ട്. മുട്ടയെല്ലാം എന്തായാലും ഇന്ന് ഡേറ്റ് കഴിഞ്ഞിട്ട് പോകുന്നതല്ലേ, പിന്നെ കളയേണ്ടി വരും. അപ്പോൾ വിചാരിച്ച് ഇന്ന് മുട്ട ബജി ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ മുട്ടയെല്ലാം ഒന്ന് ബോയിൽ ചെയ്തിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുന്നതാണ് കേട്ടോ. തൊലിയെല്ലാം കളഞ്ഞിട്ട്. ഇപ്പോൾ മുട്ട എന്തായാലും നമുക്ക് കളയാൻ പറ്റില്ലല്ലോ, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്തായാലും ഇതിലുണ്ടാവും. ഇപ്പോൾ ഡേറ്റ് കഴിയാനോ ആയി. ഈ മാസം ലാസ്റ്റ് വരെ ഉണ്ടായിട്ടു. നോമ്പിനെങ്ങാനോ എന്തോ വാങ്ങിയാന്ന് തോന്നുന്നത്. ഇപ്പോൾ ഇതാ മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററിലൊന്ന് റെഡിയാക്കുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മുട്ട ബജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മസാലയൊന്നും ആക്കാതെ നമുക്ക് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നില്ലേ. ഞാനിപ്പോൾ ഇത് അരക്കപ്പ് മൈദയും അരക്കപ്പ് കടലപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അധികം മുട്ട ബജി ഉണ്ടാക്കൽ മസാലയിൽ ഫില്ലാക്കിയിട്ടാണ് കേട്ടോ. മസാലേൻ്റെ ഫില്ലിങ്ങിലാക്കിയിട്ടാണ്. ഇപ്പോൾ അതിനൊന്നും ടൈം ഉണ്ടായിട്ടേ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇപ്പോൾ ഇതായി മിക്സിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നല്ല തിക്ക് ബാറ്ററാക്കി എടുക്കണം കേട്ടോ. അതൊക്കെ ലൂസാവാൻ പാടില്ല, അപ്പം മുട്ടയിൽ അങ്ങനെ പിടിച്ചു വരില്ല കേട്ടോ. നല്ലപോലെ തിക്ക് ബാറ്ററാക്കി എടുക്കുക. അതായത് ഇതുപോലെ. എന്നാൽ നമുക്ക് മുട്ട അങ്ങനെ പൊട്ടിത്തെറിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ കട്ടിയിലാക്കി എടുത്താൽ ഇതുപോലെ നല്ല കട്ടിയിലാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മസാലൻ്റെ ഫില്ലിംഗ് എല്ലാം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ടേസ്റ്റ് ഇല്ലാത്ത ഐറ്റം ഒന്നല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടും ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മുട്ട ബജി നമുക്ക് പെട്ടെന്നെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മുട്ട ബജിയാണ് കേട്ടോ. ഇതിൽ ചിക്കൻ മസാലയും പിന്നെ വേണമെങ്കിൽ ഗരം മസാല എല്ലാം ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇതിന്. പിന്നെ ഇതാ ചായയെല്ലാം ഉണ്ടാക്കി പിന്നെ ചായ കുടിക്കലാണ് കേട്ടോ. നല്ല ചൂട് ചായൻ്റെ ഒക്കെ ഇങ്ങനെ ചൂട് ഇത് ബജി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ട ബജിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മടിയിൽ പിടിച്ച സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. ഇനി ഇതാ മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരി ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. 3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച പച്ചരി ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് അരിക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂണ് ഷുഗറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി അരച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ.
ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 മണിക്കൂർ വെച്ചതിന് ശേഷം അതാ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ ബാറ്റർ. നമുക്കൊരു സ്പെഷ്യൽ അപ്പമാണ് കേട്ടോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു അപ്പം. ദോശൻ്റെ എല്ലാം ആ ബാറ്റർ തന്നെയല്ല ഇതിന് ഉണ്ടാക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഇതിൽ ഈസ്റ്റ് ഇടുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിലൊരു ബബിൾസ് പോലെ വരും, ഇങ്ങനെ ബബിൾസ് പോലെ വരുന്നില്ല ഓട്ട അതുപോലെ വന്ന ആ ടൈം ആകുമ്പോൾ പിന്നെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം റെഡിയായി. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏത് കറീൻ്റെ ഒപ്പം നല്ല മാച്ചായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ്. ഇനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കിയത്. നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നില്ല, ഇതിൻ്റെ റെസിപ്പിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. വീഡിയോ ലെങ്ത്തായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് റെസിപ്പിയൊന്നും ഇട്ടിട്ട് അത് സാധാരണ രീതിയിൽ ഉണ്ടാക്കിയ റോസ്റ്റാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെ ചെമ്മീൻ റോസ്റ്റ്. ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇത്രയെല്ലാം കേട്ടോ. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.